ഹലോ, ഇന്ന് ഒരു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. ഞങ്ങൾ കുറച്ച് ദിവസം ട്രിവാൻഡ്രം പോയിട്ടുണ്ടായിരുന്നു, ഒരു 3 ഡേയ്സ് ട്രിപ്പ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ കാണിക്കുന്നത്. ഫസ്റ്റ് ഡേ ഫുൾ ട്രാവലിംഗ് ആയിരുന്നു. ഏട്ടൻ ആലപ്പുഴ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടൻ ആലപ്പുഴയിൽ നിന്ന് കയറാമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ആലപ്പുഴ ഇറങ്ങിയിട്ട് അവിടെ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് അങ്ങനെ പോകാമെന്ന് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു. കാരണം കുട്ടികളായിട്ട് പോകുമ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ മീൻസ് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തിട്ട് കയറുമ്പോൾ ഒരു ആശ്വാസമാണല്ലേ. അപ്പോൾ ഫസ്റ്റ് ആലപ്പുഴയ്ക്ക് കേട്ടോ പോകുന്നത്. ചേർത്തലയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ്. കുട്ടികൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഒരു ടൂറ് പോകുന്നതിൻ്റെ സന്തോഷം, അതിനുപരി ഒരു ട്രെയിനിൽ കയറുന്നതിൻ്റെ സന്തോഷം. അവർക്ക് ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനാണ് കേട്ടോ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് പിള്ളേർ നിൽക്കുന്നത്. അങ്ങനെ ട്രെയിനിൽ കയറിയപ്പോൾ ഒടുക്കത്തെ തിരക്കായിരുന്നു. പിന്നെ ഒരു കുട്ടി കനിഞ്ഞ് എനിക്ക് ഇരിക്കാൻ സീറ്റ് തന്നു കേട്ടോ. കുട്ടികളുള്ള കാരണം കൊണ്ട് ഒരു കുട്ടി മീൻസ് എറണാകുളം എങ്ങാണ്ട് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി എനിക്ക് നീച്ച് തന്നു. അങ്ങനെ എറണാകുളമൊക്കെ എത്തിയപ്പോൾ പിന്നെ ഫുൾ തിരക്കൊക്കെ മാറി കേട്ടോ. പിന്നെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല, ഞാനും പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ യാത്രകളൊക്കെ പോകുമ്പോൾ കൂടെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എനിക്ക് എൻജോയബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഒറ്റയ്ക്കാകുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സുഖം കിട്ടാറില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് പുറത്തേക്കൊക്കെ നോക്കിയൊക്കെ ഇരുന്നു. അതുവരെ പെരുന്തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളെ മടിയിലൊക്കെ വെച്ചിട്ടായിരുന്നു അതുവരെ ഇരുന്നുണ്ടായിരുന്നത്. പിന്നെ എറണാകുളമൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇത്രയും ഇങ്ങനെ റിലാക്സേഷൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ പോവുകയാണ്. കുട്ടികൾ ട്രെയിനിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം എന്താ പറയുക, കുറേ കാലത്തിന് ശേഷം ട്രാവൽ ചെയ്യാണ്, അതുപോലെ ട്രെയിനാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവർ. പക്ഷേ തിരിച്ചു പോരാതെ നമ്മൾക്ക് ഈ സന്തോഷമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു പോരുന്ന യാത്ര ഭയങ്കര ഹൊറിബിളായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ചേർത്തലയ്ക്ക് എത്താറായപ്പോൾ ട്രെയിനിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിട്ടോ. ഒട്ടും തിരക്കില്ലാതെ ഫുൾ സീറ്റ് കാലിയായിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടോ. അടിപൊളിയായിരുന്നു എന്തായാലും ഈ ഒരു ട്രിപ്പ്. കാരണം ഒരു കുട്ടികളെ വെച്ചിട്ട് ഞാൻ ഇത്രയും ദൂരമൊന്നും അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെനിക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിള്ളേർക്കും അങ്ങനെ തന്നെ കേട്ടോ. എന്നാലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾ ഇത്രയും കോപ്പറേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരും ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളും. അപ്പോൾ അതാ ഞങ്ങൾ ചേർത്തലെത്തി. ഇനി ഏട്ടൻ്റെ അവിടേക്ക് പോവുകയാണ്. ഏട്ടൻ ഇവിടെ ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ ഏട്ടൻ്റെ അടുത്തേക്ക് പോയി. ഞങ്ങൾ അവിടെ എത്തി കുട്ടികൾ ഏട്ടനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ ഓട്ടോയും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എന്താ പറയുക, ഒരു യാത്രയാണ് ഓട്ടോ യാത്ര. അങ്ങനെ ഏട്ടൻ്റെ അടുത്ത് എത്തി. പിന്നെ കുട്ടികൾക്ക് എന്തൊക്കെ ഏട്ടൻ കൊടുക്കുകയാണ്. അവർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അച്ഛനെ കാണുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ആട്ടോ കാണുന്നത്. പിന്നെ എൻ്റെ ബാഗിൽ കുറേ മിഠായികളും ചോക്ലേറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ട്രെയിനിൽ എങ്ങനെയെങ്കിലും അവരെ ഒതുക്കി നിർത്തണമല്ലോ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. എന്നിട്ട് അവിടെ എത്തിയിട്ടാണ് ഞാൻ അതൊക്കെ എടുത്തത്. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. ചേർത്തലുള്ള ഒരു അപ്സര ഹോട്ടലോ അങ്ങനെ എന്തോ ഒരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എവിടെ പോയാലും മിറർ എനിക്കൊരു വീക്ക്നെസ് ആട്ടോ. അപ്പോൾ മിററിൻ്റെ അവിടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കിട്ടുന്നതിൻ്റെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ കുറച്ച് വൈറ്റ് റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അമ്പാടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അതിരുന്ന് കൊടുക്കുകയാണ്. അവൻ ഒട്ടും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഭയങ്കര മോശക്കാരനാണ് എൻ്റെ മക്കൾ. ഇവൻ ഇപ്പോഴാണ് ഒന്ന് കഴിക്കാൻ തുടങ്ങിയത് കേട്ടോ. എന്നാലും ഇവനിങ്ങനെ ബിരിയാണി അല്ലെങ്കിൽ ബ്രോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കഴിച്ചോളും. ചോറ് കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര മടി കേട്ടോ. അപ്പോൾ ഏട്ടനും മോനും ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫ്രൈഡ് റൈസ്. എനിക്ക് ഫ്രൈഡ് റൈസ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ. ഏട്ടൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇത് VN ഗ്രൂപ്പിലാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാമായിരുന്നു. ഇതൊരു റിസോർട്ട് പോലെ ഒരു പഴയൊരു കോവിലകം സെറ്റപ്പിലുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ ഉണ്ട് കേട്ടോ ആ സമയത്ത്. അപ്പോൾ ആ ട്രെയിനിൽ തന്നെ പോയി. ഞങ്ങൾ ആദ്യം ബസ്സിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ട്രെയിൻ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഓടി റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ട്രെയിൻ ഇത്തിരി ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ നമ്മൾ എന്താ പറയുക ട്രെയിനിൽ തന്നെ പോയിട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് ഉള്ള യാത്രയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ നമുക്ക് അടുത്ത ഭാഗങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. ഉമ്മ ലവ് യു.